ആദ്യത്തെ ഉജ്ജ്വല വിജയത്തിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തെത്തിയ വി.ഡി. സതീശന് വൻ സ്വീകരണം. നിരവധി പ്രവർത്തകരാണ് റെയിൽവേ സ്റ്റേഷനിൽ വി.ഡി. സതീശനെ സ്വീകരിക്കാനെത്തിയത്. അബ്ദുൾ റഹീം വിവരങ്ങളുമായി ചേരുന്നു. റഹീം, വലിയ വമ്പിച്ച വിജയത്തിന് ശേഷം വി.ഡി. സതീശൻ തിരികെ ജന്മനാട്ടിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ പ്രവർത്തകരാണ് അവിടേക്ക് എത്തിയത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് അവിടെ സ്വീകരണം ഒരുക്കിയത്? സേതു, ക്ഷമിക്കണം സ്വാതി, വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ സാന്നിധ്യം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിൽ തന്നെ, അതായത് ഇന്ന് കോൺഗ്രസിന്റെ വിജയാഘോഷവുമായി ബന്ധപ്പെട്ട് നിരവധി റാലികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് വിജയപ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി എറണാകുളത്തേക്ക് മടങ്ങിയെത്തുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റെല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തുകൊണ്ട് പ്രവർത്തകർ ഒന്നടങ്കം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തുന്നു. ഇവിടെ വലിയ രീതിയിൽ തന്നെയുള്ള പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്. അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷിയാസ്, അതോടൊപ്പം തന്നെ ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള നേതാക്കളും വി.ഡി. സതീശനെ വരവേൽക്കാനായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്പസമയത്തിനകം ട്രെയിനിൽ നിന്ന് വി.ഡി. സതീശൻ പുറത്തേക്കിറങ്ങും. ഇവിടെ നിന്ന് നേരെ DCC ഓഫീസിലേക്കായിരിക്കും പോവുക. പ്രവർത്തകരുടെ വലിയൊരു സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു പ്രകടനമോ മറ്റോ നടത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പ്രകടനം ഉണ്ടാകില്ല. അദ്ദേഹം ഇവിടെ നിന്ന് നേരെ വാഹനത്തിനുള്ളിലേക്ക് പോകും. അതിനുശേഷം നേരെ ഈ പറയുന്നത് പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങും. വലിയ ആവേശം കാണുന്നു, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. കാരണം വി.ഡി. സതീശനെ വരവേൽക്കാനെത്തിയ ആളുകൾ അവരൊന്നടങ്കം വി.ഡി. സതീശനെ വരവേൽക്കാനായി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വിജയശ്രീ ലാളിതനായാണ് വി.ഡി. സതീശൻ തൻ്റെ സ്വന്തം ജില്ലയിലേക്ക് മടങ്ങിയെത്തുന്നത്. അത് സ്വാഭാവികമായും ഇവിടുത്തെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 100-ലധികം സീറ്റുകളുമായി അദ്ദേഹം പ്രതിപക്ഷ നേതാവായി നയിച്ച, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നയിച്ച, പ്രതിപക്ഷ നേതാവായി നയിച്ച വി.ഡി. സതീശൻ അദ്ദേഹം വലിയൊരു വിജയം നേടി പാർട്ടിക്ക് നേടിക്കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം സ്വന്തം ജില്ലയിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അടക്കം അദ്ദേഹം കണ്ടത് തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. തിരുവനന്തപുരത്ത് എല്ലാ നേതാക്കളും തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വി.ഡി. സതീശനും ഉണ്ടായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തു നിന്നുള്ള റിസൾട്ടൊക്കെ അറിഞ്ഞതിന് ശേഷം അത് അദ്ദേഹം ഇപ്പോൾ സ്വന്തം ജില്ലയിലേക്ക്, സ്വന്തം മണ്ഡലമുള്ള എറണാകുളം ജില്ലയിലേക്ക് മടങ്ങിയെത്തുന്നു. പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. കാരണം വി.ഡി. സതീശനെ വരവേൽക്കാനെത്തിയ പ്രവർത്തകരൊക്കെ തന്നെ വലിയ ആവേശം. ജനനായകന് എറണാകുളത്തേക്ക് സ്വീകരണം എന്നെഴുതിയ ഫ്ലക്സുകൾ ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് വരുന്നത്. നമുക്ക് നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് പ്രവർത്തകർ ഒന്നടങ്കം ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഇനിയിപ്പോൾ DCC ഓഫീസിലേക്കായിരിക്കും. DCC ഓഫീസിൽ ചെറിയ ചില പരിപാടികളുണ്ട്. അതിനുശേഷം അദ്ദേഹം സ്വന്തം വീടായ അദ്ദേഹത്തിൻ്റെ ദേശത്തേക്ക് മടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിലൊക്കെ ഒരു വ്യക്തത വരെയുണ്ട്. എന്തായാലും പ്രവർത്തകരുടെ വലിയ ആവേശം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തെ എടുത്തുയർത്താനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടക്കുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള തിരക്കുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ തന്നെ വി.ഡി. സതീശൻ എറണാകുളത്ത് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ പ്രവർത്തകർ ഒന്നടങ്കം എടുത്തുയർത്തി ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നതാണ്. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നിർണായകമായൊരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞത്. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പോലെ തന്നെ 100-ലധികം സീറ്റുകൾ നേടി കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിലേക്ക് വരുന്നു. അതൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ തന്നെ പ്രവർത്തകർക്കിടയിൽ അത് വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. ആ ആവേശം ഒന്നടങ്കം നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് പറയാൻ കഴിയുക. കാരണം നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് ഇവിടുത്തെ പ്രവർത്തകരുടെ സാന്നിധ്യം. കോൺഗ്രസിന്റെ എല്ലാ വിഭാഗവും, അതോടൊപ്പം തന്നെ KSU, മഹിളാ കോൺഗ്രസ്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാം തന്നെ മറ്റ് ഘടകകക്ഷികളിൽ നിന്നുള്ള ആളുകൾ ഒക്കെ തന്നെയും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ വി.ഡി. സതീശനെ സ്വീകരിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വലിയൊരു തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നുമുണ്ട്. ഏതായാലും ആ രീതിയിൽ തന്നെ വലിയ ആവേശം പ്രവർത്തകരിൽ നിന്ന് ഇവിടെ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് പറയാൻ കഴിയുക. അദ്ദേഹം അല്പസമയത്തിനകം പുറത്തേക്കിറങ്ങും. അദ്ദേഹത്തെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷന് പുറത്തും വലിയ രീതിയിൽ തന്നെയുള്ള ജനസഞ്ചയം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും അദ്ദേഹം എറണാകുളത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം
അദ്ദേഹം നേരെ DCC ഓഫീസിലേക്ക് പോകും. DCC ഓഫീസിലേക്ക് പ്രവർത്തകർ ഒന്നടങ്കം എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രവർത്തകർ ഒന്നടങ്കം DCC ഓഫീസിലേക്ക് എത്തുകയും ചെയ്യും. വലിയ രീതിയിൽ തന്നെയുള്ള തിരക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹവുമായി പ്രവർത്തകർ പുറത്തേക്ക് എറണാകുളത്തെത്തിയ VD സതീശന് വൻ സ്വീകരണമാണ് നിലവിൽ പ്രവർത്തകർ അവിടെ ഒരുക്കുന്നത്. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിരവധി പ്രവർത്തകരാണ് റെയിൽവേ സ്റ്റേഷനിൽ VD സതീശനെ സ്വീകരിക്കാൻ എത്തിയത്. അദ്ദേഹത്തിന് അത്യാഹ്ലാദപൂർവ്വം വൻ വരവേൽപ്പൊരുക്കുകയാണ് പ്രവർത്തകർ. സംസ്ഥാനത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ്. 10 വർഷത്തെ ഭരണമില്ലായ്മയെ അതിജീവിച്ചുകൊണ്ട് വമ്പൻ തിരിച്ചുവരവ് നടത്തിയ ഒരു തിരഞ്ഞെടുപ്പ്. അതിൽ നെടുന്തൂണായ മുന്നിൽ നിന്ന് നയിച്ച നേതാവിനെ അത്രയധികം ആവേശത്തിൽ അവർ സ്വീകരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ, എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിന് വൻ വരവേൽപ്പാണ് നിലവിൽ പ്രവർത്തകർ ഒരുക്കിയത്.